ചെകുത്താൻ ചെകുത്താൻ ചെകുത്താൻ. ആരാണ് ചെകുത്താൻ? ചെകുത്താൻ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു ഭീകര രൂപം, കൊമ്പും നാക്കും കണ്ണും ഒക്കെ ഒരുമാതിരി, കൊമ്പും മുളച്ച് നാക്കും നീട്ടി കണ്ണും മിഴിപ്പിച്ച് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു രൂപമായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ആ ചെകുത്താനെ കുറിച്ചല്ല. തിരുവല്ലക്കാരൻ അജു അലക്സ് എന്ന് പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ചെകുത്താൻ എന്ന പേരിൽ അജു അലക്സ് അറിയപ്പെടുന്നു. അത് തന്നെ, അങ്ങനെ തന്നെ. അപ്പം അജു അലക്സ് അടിമേടിച്ചു, അല്ലെങ്കിൽ ചെകുത്താൻ അടിമേടിച്ചു. ചെകുത്താൻ ആരുടെ കയ്യിൽ നിന്ന് അടിമേടിച്ചു? മോഹൻലാൽ ഫാൻസിന്റെ കയ്യിൽ നിന്നാണ് അടി കിട്ടിയതെന്നാണ് പറയപ്പെടുന്നത്. എന്താണ് കാരണം? മോഹൻലാൽ എന്ന താരത്തെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് കാരണം. ഫാനിസം തലയ്ക്ക് പിടിച്ച കുറച്ച് ആളുകൾ കൂടി ചെകുത്താനോട്ട് അടി കൊടുത്തു. അപ്പോൾ ഈ ചെകുത്താനെ കുറിച്ച് പറയാനാണെങ്കിൽ, ചെകുത്താൻ എന്ന പേജുമായിട്ട് വീഡിയോസും കാര്യങ്ങളുമായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഫുള്ളി ഏത് നടനോ നടിയോ ആരാധിക്കുന്നോ ഒന്നും നോക്കത്തില്ല. കണ്ടം പൂണ്ടം വേട്ടി തൂരക്കളയുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു രീതി. ആദ്യം അടി കെട്ടിയതിനെ കുറിച്ച് പുള്ളി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. മോഹൻലാൽ ഫാൻസുകാർ എടുക്കുന്ന ഒരു ആക്രമണം ഉണ്ടായെന്ന് പറയുന്നിട്ട് എന്താ ഇതിന്റെ ഒരു സത്യാവസ്ഥ? മോഹൻലാലിനെ പറ്റി വീഡിയോ ഇടൂടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൻ വന്നത്. അവൻ മോഹൻലാലിന് ആരാധകനാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവമായിട്ട് ബന്ധപ്പെട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. വേറെ എന്തെങ്കിലും കാരണമുണ്ടോ ഇവര് നമ്മളെ വേറെ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കാൻ തന്നെ വന്ന? എന്താ രാമകൃഷ്ണ പ്രശ്നം? ഒരു അടി, പണ്ട് മാമുക്കോയ ഒരു അടി അടിക്കുന്ന സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ ചെകുത്താൻ ഇവിടെ നിന്നോ ഒരു അടി കിട്ടി. അടി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്തിനു വേണ്ടിയാണ് തല്ല് കിട്ടിയതെന്നുള്ളത്. കാരണം പല രീതിയിൽ പലരെയും അപമാനിച്ചിട്ടുണ്ട്. അതിൽ ഏത് വശത്തുനിന്നുള്ള അടിയാണെന്നുള്ള പുള്ളി മനസ്സിലാക്കണ്ടേ? അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ പോകുന്ന കാര്യം, ചെകുത്താൻ എന്ന ഫേസ്ബുക്ക് പേജുമായിട്ട് ഇരിക്കുന്ന ഇദ്ദേഹം കുറെ നാളുകളായിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോകളിൽ കൂടി കാണാം. മാത്രമല്ല, ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പുള്ളി വളരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. ആരോടും പോയി വോട്ടും ചോദിച്ചില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ വ്യത്യസ്തനായ എന്തൊക്കെയോ കുറെ പുള്ളിയുടേതായ ആശയങ്ങളൊക്കെ പറഞ്ഞു. ഒരിക്കലും നടക്കാൻ പോകത്തില്ലാത്ത സാധനങ്ങൾ, ഒരിക്കലും നടക്കാൻ പോകത്തില്ലാത്ത സാധനങ്ങളൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ആര് വോട്ട് ചെയ്തു? പുള്ളിയും പുള്ളിയുടെ കുടുംബക്കാരും പിന്നെ അറിയാവുന്ന ആരെങ്കിലും കൂട്ടുകാരും കുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഈ തല്ലിനെ കുറിച്ച് പറയാനാണെങ്കിൽ, കുറെ നാളുകളായിട്ട് നമ്മളാണെങ്കിലും പുള്ളിയുടെ വീഡിയോ കാണുമ്പോൾ നമുക്കും അറിയാതെ ഒന്ന് എരിച്ച് ഒറ്റ അടിയും കൊടുത്താലോ ഒന്ന്. പക്ഷെ എവിടെയോ നമുക്ക് ആ ഒരു എരിച്ചിൽ തോന്നുമെങ്കിലും നമ്മൾ പിന്നെ പോട്ടെ എന്ന്. കാരണം നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാള് അവിടെ ഒരു വീഡിയോ ആയിട്ട് വന്നിരുന്ന് എന്തൊക്കെയോ കൊണു എന്ന് പറയും. പക്ഷേ എന്തായാലും കിട്ടാനുള്ള അടി മേടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന അജു മനസ്സിലാക്കിയത് ഇത് മോഹൻലാൽ ഫാൻസുകാർ തന്ന പണിയാന്നുള്ളത്. അപ്പൊ ഇത് ഒരു ലക്ഷക്കണക്കിന് മോഹൻലാൽ ഫാൻസ് ന്റെ പ്രതിനിധിയായിട്ട് ഒരാൾ വന്ന് അടിച്ചെന്ന് പറയാം. കാരണം ഫാനിസം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്റെ പൊന്ന അജുവേ, അത് ഏത് വഴിക്കാണെന്ന് പറയാൻ പറ്റത്തില്ല അടി വരുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരു നടനെ കുറിച്ച് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൂത്ത ഫാൻസ്, അതായത് തലയ്ക്ക് ഫാൻസം പിടിച്ചോ വന്ന് പൊട്ടിക്കും. ഉറപ്പ് കേസാ. രാജു ആണെങ്കിലും ശരി, ഞാനാണെങ്കിലും ശരി, ആരെങ്കിലും പറഞ്ഞാൽ കിട്ടും. അതങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ, ഒന്നാമത്തെ കാര്യം നിങ്ങളെക്കുറിച്ച്, ഈ അജു എന്ന് പറയുന്ന ഈ വ്യക്തിയെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ ഇടയ്ക്ക് സിനിമയുടെ ബാലയും ആറാട്ടണ്ണനും ഒക്കെ കൂടി അങ്ങനെ ഒന്നിച്ചു വന്ന് കുറച്ച് വീഡിയോസും കലവിലയും വിവാദവും ഒക്കെ ഉണ്ടാക്കിയതായിരുന്നു. അപ്പൊ എന്തായാലും അവിടെ നിന്നൊക്കെ പോട്ടെ, ആറാട്ടണ്ണനും ബാലയൊക്കെ മാറട്ടെ. ഇങ്ങേരുടെ കാര്യം പറയാനാണ്, ഇങ്ങനെ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ നമ്മൾ ആരാധിക്കുന്ന, അറിയാതെ നമ്മൾ ഇവരുടെ, അറിയാതെന്നല്ല, നമുക്ക് ആരാണെങ്കിലും ഒരു സിനിമാ താരത്തിനോട് ചെറിയൊരു ആരാധന കാണും. കാരണം അവര് ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നിടത്തോളം അവരെ നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിലും അറിയാതെ മനസ്സിൽ പോകും, വന്നു പോകും. സംഭവം തന്നെ പിടച്ച് എന്നാ കിടലിന് അഭിനയം. അങ്ങനെ നമ്മൾ അറിയാതെ ആരാധിച്ചു പോകും. അങ്ങനെ ആരാധിച്ച് മൂത്ത് വട്ട് പിടിച്ച നടക്കുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ ആരോ പിടിച്ച് പൊട്ടിച്ച അടിയാണ്. എന്തായാലും അടി കൊടുത്തവനിട്ട് കേസ് വരും, ഉറപ്പ് കേസാണ്. നമുക്ക് വേറൊരാളെ ചുമ്മാ ഉപദ്രവിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ ചൊറിഞ്ഞ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം പൊട്ടിക്കണം എന്നൊക്കെ നമുക്ക് തോന്നത്തില്ലേ? അങ്ങനെ പൊട്ടിച്ചതാണ്. ഈ സ്ഥിരമായിട്ട് നടന്മാരെയൊക്കെ ഇങ്ങനെ ചൊറിയുന്ന രീതി വർത്താനം പറയുമ്പോൾ ആർക്കും സംസാരിക്കാനും പറയാനും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ് സോഷ്യൽ മീഡിയ വഴി നമുക്ക് പറയാം. പക്ഷേ എന്നിരുന്നാലും വ്യക്തിഹത്യ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം മിക്ക വീഡിയോകളിലും അവരൊക്കെ വലിച്ചു കയറി ഒട്ടിക്കുന്ന കാണാം. അപ്പൊ അങ്ങനെ ഒട്ടിക്കുന്ന കാണുമ്പോൾ എരിച്ചു പോച്ച് കിട്ടുന്നതാണ്. നമ്മൾ ആരെക്കുറിച്ചും പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ ഒരു നെഗറ്റീവ് ഇമേജിൽ കൂടെ തന്നെ പുള്ളിയെ
കുറച്ചു പേർക്കൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അറിയാം ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തി. അജു അലക്സ് ഇദ്ദേഹത്തെ കുറിച്ച് പറയാണ്, ഇദ്ദേഹം നേരത്തെയും ഇങ്ങനെ വിവാദങ്ങളിലൊക്കെ പെടാറുള്ളതാണ്. പുള്ളി ചെയ്യുന്ന വീഡിയോയുടെ ഒക്കെ അടിയിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നെ വരുന്ന കമന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് തല പൊട്ടിപ്പോകുന്ന ടൈപ്പ് സാധനമൊക്കെ വരും. കാരണം ഇങ്ങേരെ എന്തെങ്കിലുമൊക്കെ കുണകുണ അടിക്കും, അതിന്റെ താഴെ വന്നിട്ട് കമന്റ് അടിക്കുന്നവന്മാർ അതിന്റെ അപ്പുറത്തെ സാധനം നമ്മുടെ തലയിൽ കൂടെ ഒരു എന്താ പറയുന്നത് ബുള്ളറ്റ് കയറി അപ്പുറത്തൂടെ ഇറങ്ങുന്ന പരുവത്തിൽ അത്രയ്ക്ക് സാധനം നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് വരുന്നത്. എങ്ങനെയാണേലും ഇപ്പൊ നേരെ കിട്ടി, തല്ല് കിട്ടിയപ്പോ അറിയാതെ നമ്മൾ മനസ്സിൽ പറഞ്ഞു 2 എണ്ണം കിട്ടണ്ടായിരുന്നു, ഇപ്പോഴേലും കിട്ടിയല്ലോ എന്നൊരു തോന്നൽ വന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ തല്ലാൻ പറ്റില്ല. നമ്മൾ അറിയാതെ മനസ്സിൽ തോന്നിയാൽ പോലും നമ്മൾ പൊട്ടിക്കാൻ പറ്റത്തില്ല. നമുക്ക് കൊണ്ട് നാക്കും ഒക്കെ നമുക്കും പറയാം, പക്ഷെ നമ്മളൊരു അതിർത്തി കടക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എന്തായാലും അജുവിന് ബാക്കി എന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളതെന്നും കൂടെ നോക്കാം. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ അവനെ തല്ലിയെന്ന്. അപ്പൊ അവൻ തന്നെ സമ്മതിക്കുന്നുണ്ട് ഡോക്ടറോട് തല്ലിന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് അവനെ ഉടനെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവന്മാർ ഇറങ്ങി പുറത്തൊക്കെ വന്ന് അവിടെ തന്നെ നിന്ന് സിഗരറ്റൊക്കെ വലിക്കുന്നു. ആ സിഗരറ്റ് വലിക്കുന്നതിന്റെ വീഡിയോ ഉണ്ട്, ഞാൻ കാണിക്കാം. മൂലം ക്യാൻസർ ആണെന്ന് ഉറപ്പൊന്നുമില്ല. അതിൽ ഇത് കണ്ടോ വലിക്കുന്നുണ്ടോ? വഴികോളിന് വാതിക്കില്ല. അവിടുത്തെ CCTVക്കകത്തും വേണം കിട്ടിയത്, അവിടെ CCTV ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇത് സംഭവം ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയാണ്. അജു എന്ന് പറയുന്ന ചെകുത്താൻ അല്ലെങ്കിൽ ചെകുത്താൻ എന്ന് പറയുന്ന അജു ഓർക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരക്കാത്തിരുന്ന് ഞാൻ നമ്മളാരെയും അപകീർത്തിപ്പെടുത്താൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പരിപാടി 10 പേരെ കുറിച്ച് കുറ്റം പറയുക, അടി കിട്ടുന്ന രീതിയിൽ ചെവിക്കൽ നോക്കി കിട്ടുന്ന രീതിയിൽ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഏതെങ്കിലും വഴിക്ക് കിട്ടുമെന്ന് മനസ്സിലായല്ലോ. ചുമ്മാ പറഞ്ഞിട്ട് വളവള അടിച്ചിട്ട് വെളിയിറങ്ങി നടക്കുമ്പോൾ ആരും പിടിച്ച് പൊട്ടിക്കാലെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഷോർട്ട് അടിയൊക്കെ വരുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ഇങ്ങനെയുള്ള ചെകുത്താന്മാർക്കും അജുമാർക്കും ഉറപ്പായിട്ടും പണി ഇനിയും കിട്ടും ഉറപ്പാണ്. നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനത്തിൽ നമുക്ക് സംസാരിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വിട്ട് സംസാരിക്കുമ്പോഴാണ് വിഷയം വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, അതായത് മഞ്ജു പിള്ളയുടെ മകള് ദയ സുജിത്തിനെ കുറിച്ച് എന്താ പറയാ ഒരു പുള്ളിക്കാരി അവിടെ ഇരുന്ന് കുറെ തെറി പറഞ്ഞു. അതായത് ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് വരാൻ പറ്റാത്ത സൈസ് വാക്കുകൾ. ശരിയാ, അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരത്ര ചന്തയാന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ചന്തകളുള്ള നാടാണ്. ആ കൂട്ടത്തിൽ ചന്തത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. ഷഫീന വ്ളോഗ്സ് അങ്ങനെ അത് തന്നെ അങ്ങനെ തന്നെ വീഡിയോ അവരും അതുപോലെയൊക്കെ ചെയ്ത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ കൂടെ കണകുണ പറഞ്ഞ് ആൾക്കാരെ ചൊറിയാനിരിക്കുന്നവർ ഉറപ്പായിട്ടും ഒന്ന് ഓർത്തോണം, നിങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ കിട്ടുമെന്നുള്ളത്. അങ്ങനെ കിട്ടുമ്പം അടിയും മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ വരാനേ പറ്റുള്ളൂ. തിരിച്ചടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ വില ആയിരിക്കില്ല, 10 ആളുടെ വില കിട്ടും. മുഴുത്ത അടി തന്നെ കിട്ടും, ഉറപ്പ് കേസാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കണ്ടും നടക്കുക. ചെകുത്താനാണെങ്കിലും ഓർക്കുക, ചെകുത്താനെ ഇനിയെങ്കിലും പെരക്കകത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്ന് സ്വന്തം കാര്യം നോക്കി നല്ല ജോലിയൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുക. അതും വേറെയുള്ള ആൾക്കാരെ ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാകരുത്. നിങ്ങളുടെ വീഡിയോ കാണുമ്പം അറിയാതെ ആണെങ്കിലും നമുക്കും ഒരു എരിച്ചിലുണ്ടാകും. ഇവൻ ഇത് എന്നാത്തിന്റെ കേടാ, ഇവൻ എന്തിനാ ഈ കിടന്ന് ആവശ്യമില്ലാതെ ഓരോ വ്യക്തികളെ കുറിച്ച് പറയുന്നത് ചിന്തിച്ചു പോകുന്നുണ്ട്. മനുഷ്യ മനസ്സാണ്, എപ്പോഴേലും പതറിപ്പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അങ്ങനെ പതറിപ്പോയി കിളി പോയ ഏതോ ഒരു പാർട്ടി ഒന്നാണ് തല്ലിയത്, അത്ര ഓർക്ക്. അതുകൊണ്ട് കിളി പോയ ഐറ്റംസ് ഇനിയും ഉണ്ടാവും, ഉറപ്പാണ്. ഇതുപോലെ ആറാട്ടണ്ണൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. ആറാട്ടണ്ണൻ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ആറാട്ടണ്ണൻ ഈ പറയുന്ന പോലെ പല സ്റ്റേറ്റ്മെന്റുകളും നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഏത് സമയത്താണ് ഇനി അദ്ദേഹത്തിന് എന്നാ വരാൻ പോകുന്നത് അറിയത്തില്ല. കിട്ടുമ്പം തിരിച്ചടിക്കാൻ മേലാത്ത ഒരു വ്യക്തി. അതായത് ഈ അജു ആണെങ്കിലും ആറാട്ടണ്ണനാണെങ്കിലും തല്ലിക്കഴിഞ്ഞാൽ തല്ല് കൊള്ളത്തേ ഉള്ളൂ, തിരിച്ചടിക്കാനുള്ള ആക്കമില്ല. അതുകൊണ്ട് തിരിച്ചടിക്കുകയില്ല ഉള്ളിടത്തോളം കാലം വാക്കുകൾ സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ പല്ലും കാണത്തില്ല, നാക്കും കാണത്തില്ല, അടിച്ച് പൊട്ടിച്ചു കളയും. നമ്മളല്ല ഇതുപോലെ വേർപിടിച്ച ആരെങ്കിലും വന്ന. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും സംസാരിക്കുക, അത്രമാത്രം പറയുക. ഏതായാലും ചെകുത്താനായിട്ട് 2 എണ്ണം പൊട്ടിച്ച് കിട്ടിയപ്പോൾ കമന്റ് ബോക്സുകൾ മുഴുവൻ കണ്ടു. ഒരാള് പോലും അവനിട്ട് കിട്ടേണ്ടതല്ലായിരുന്നു. ആരുടെ അവനെ അടിച്ചേ, അവനിട്ട് എന്തിനാണ് അടിച്ചതെന്നൊരു ചോദ്യം ഉന്നയിച്ചിട്ടില്ല. പകരം മുഴുവൻ പൊട്ടിച്ചല്ലോ അത് മതി, 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ സൂക്കേടൊക്കെ തീർന്നു എന്ന് പറയുന്ന ധാരാളം കമന്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയാണെങ്കിലും വഴിയിറങ്ങി നടക്കുമ്പോൾ തല്ലുകൊള്ളാതെ മര്യാദയ്ക്കൊക്കെ നടക്കുക. ഇങ്ങനെയുള്ള എല്ലാ ചെകുത്താന്മാരോടും കൂടെയാണ് പറയുന്നത്. സൂക്ഷിച്ചും കണ്ടും വീഡിയോ ചെയ്യുമ്പം സൂക്ഷിച്ചും കണ്ടും ചെയ്യുക. അല്ലെങ്കിൽ കിട്ടുന്ന അടിയും മേടിച്ച് വീട്ടിൽ ഇരിക്കാന്നേ ഉള്ളൂ. വെറുതെ എന്തിനാ മേലും നോക്കിക്കുന്നത്? അല്ലേ പ്രേക്ഷകരെ?